അമരവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവരും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇന്ന് ഏറ്റവും വിശേഷകരമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും നിർബന്ധമായിട്ട് മുഴുവൻ കേൾക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടിയാണ് ആദ്യം പറയുന്നത്. കാരണം നമ്മളെല്ലാവരും വീട്ടിലും നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കാര്യം നമ്മുടെ എല്ലാ വീട്ടിലും നമ്മൾ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കർമ്മമാണ് നിത്യേന നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ നിലവിളക്ക് ഏത് രീതിയിൽ കത്തിച്ചാൽ ആ നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം എന്തെല്ലാം വസ്തുക്കൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ നമ്മൾ ചെയ്യുന്ന നിലവിളക്ക് കത്തിയെന്നുള്ള കാര്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് നേടിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വലിയൊരു വിവരത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. എന്തായാലും നമ്മളെ വീട്ടിൽ എല്ലാവരും നമ്മളെ വീടിനെ സംരക്ഷിക്കുന്ന ആ കുലദേവത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സർവ്വ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും 2 സന്ധ്യയ്ക്കും നിലവിളക്ക് കത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി അതിലേക്ക് മുന്നോട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും നിലവിളക്ക് രാവിലെ കഴുകി തുടച്ച് വേണം ഉപയോഗിക്കാം. തലേ ദിവസത്തെ എണ്ണയോ അല്ലെങ്കിൽ തിരിയോ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്, അത് ശീലമാക്കരുത്. അപ്പോൾ അന്നേ ദിവസം നിലവിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നല്ല എണ്ണയും അല്ലെങ്കിൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയോ വേണം നമ്മൾ നിലവിളക്കിൽ ഉപയോഗിക്കാൻ. ഒരിക്കലും മാലിന്യങ്ങളുള്ള അതുപോലെ നമ്മളിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആരാധന കാര്യത്തിൽ അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ശുദ്ധമായി തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ തിരിയിടുന്ന കാര്യത്തിൽ വളരെ കനം കുറഞ്ഞ തിരി നമുക്ക് ഉപയോഗിക്കാം. അത് 2 തിരി ചേർത്ത് വെച്ച് കിഴക്കോട്ടും 2 തിരി ചേർത്ത് വെച്ച് പടിഞ്ഞാറോട്ടുമാണ് സാധാരണ രീതിയിൽ കത്തിക്കേണ്ടത്. വിശേഷ ദിവസങ്ങളിൽ നമ്മൾ 4 ദിക്കിലേക്കും തിരിയിടുകയും അതുപോലെ ഈശാന കോണിലേക്കും തിരിയിട്ട് 5 തിരിയിട്ട് നമുക്ക് വിശേഷ അവസരങ്ങളിൽ നമുക്ക് കത്തിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും മറ്റു പ്രധാന വസ്തുക്കൾ വേണ്ടതൊക്കെ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു ദേവതയെ ഒരു ശ്രീകോവിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ആ ദേവതയ്ക്ക് മാത്രം അല്ല പൂജ, ആ ദേവതയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആ ദേവതയുടെ ഒരു പൂജയായിട്ട് മാറുകയും കൂടുതൽ ആനുകൂല്യ ദേവതയിൽ നമ്മൾ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുലദേവതാ സങ്കല്പത്തിലാണ് നമ്മളുടെ നിലവിളക്ക് കത്തിച്ച് വെക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ കുലദേവത എന്നുള്ള ദേവതയ്ക്ക് ദേവതയോ എന്തോ ആവട്ടെ, അവിടെ എന്തെല്ലാം സംവിധാനങ്ങൾ വേണമെന്നുള്ളതിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ധൂപം പുകയ്ക്കുക എന്നുള്ളതാണ്. ധൂപം എന്ന് പുകയ്ക്കുന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതൊക്കെ ഒഴിവാക്കി നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ധൂപക്കൂട്ടുകളുണ്ട്. ആ ധൂപക്കൂട്ടുകൾ ചെറിയൊരു ധൂപത്തട്ടിൽ വെച്ചിട്ട് അത് കത്തിച്ച് തന്നെ ശീലമാവണം. അത് നമ്മുടെ വീട്ടിൽ ആ പുക നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയും അതുപോലെ മാലിന്യങ്ങളൊക്കെ രോഗാണുക്കളെ അകറ്റാനുള്ള കഴിവ് അതിനുണ്ട്. അതുപോലെ നമുക്കത് ശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുമുണ്ട്. അപ്പോൾ ശുദ്ധമായത് തന്നെ അതിൽ ഉപയോഗിക്കുക ധൂപത്തിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ മൊന്തയിലോ അല്ലെങ്കിൽ ചെറിയൊരു കിണ്ടിയിലോ നമുക്ക് ആ നിലവിളക്കിൻ്റെ തൊട്ടടുത്ത് ശുദ്ധമായിട്ടുള്ള ജലം നിറച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അത് ചെറിയ കിണ്ടിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കിണ്ടി കിഴക്കോട്ട്, അതിൻ്റെ വാല് കിഴക്കോട്ട് തന്നെ തിരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ നിലവിളക്കിൻ്റെ അടുത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാന സാധനമാണ് ഒരു കർപ്പൂരത്തട്ട്. ആ കർപ്പൂരത്തട്ടിൽ കുറച്ച് ഭസ്മം ഇട്ട് വെക്കണം. ആ കർപ്പൂരത്തട്ട് നമ്മൾ കത്തിക്കേണ്ടത് നല്ല ശുദ്ധമായിട്ടുള്ള കർപ്പൂരമാണ്. അതിന് നമ്മൾ പച്ചക്കർപ്പൂരം തിരഞ്ഞെടുക്കുക. ഇന്ന് കാണുന്ന മെഴുകുകളൊക്കെ ഒഴിവാക്കുക.
പച്ച കർപ്പൂരം, നല്ല ശുദ്ധമായിട്ടുള്ള കർപ്പൂരം, ചെറിയ അല്ലിയെങ്കിലും അതിൽ കത്തിച്ച് നമ്മൾ ശീലമാക്കിയാലേ നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പം അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മളെ നിലവിളക്കിൻ്റെ അടുത്ത് വേണ്ടത് ഒരു ചന്ദനത്തിൽ ഒരു ചന്ദനം വെക്കുക എന്നുള്ളത്. ചന്ദനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചന്ദനമുട്ടി നമുക്ക് രക്തചന്ദനമോ അല്ലെങ്കിൽ വെള്ളച്ചന്ദനമോ കിട്ടും. ചെറിയ ചന്ദനമുട്ടി അത് അരയ്ക്കാനുള്ള ചെറിയൊരു കല്ലും നമുക്കിന്ന് കടയിലൊക്കെ വാങ്ങിയിട്ട് നല്ല ഭംഗിയുള്ള കല്ലുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും ചന്ദനമുട്ടിയും അരയ്ക്കാനുള്ള കല്ലും അതിനടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ ശുദ്ധമായിട്ട് നാച്ചുറലായിട്ട് തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശക്തിയുടെ പ്രതീകമായിട്ടുള്ള കുങ്കുമച്ചെപ്പ്. ആ കുങ്കുമച്ചെപ്പിൽ കുങ്കുമം നിറച്ചുകൊണ്ട് ഒരു ചെപ്പ് അടച്ച് ആ പൂജാവേദിയിൽ അത് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയായി? നിലവിളക്കായി, ധൂപമായി, അതുപോലെ ജലമായി, ചന്ദനമായി, ഭസ്മമായി, അതുപോലെ കുങ്കുമവുമായി. ഈ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ആ ദേവതയുടെ കാൽക്കൽ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുഷ്പമെങ്കിലും ആ നിലവിളക്കിന് ചുവട്ടിൽ അല്ലെങ്കിൽ ആ ദേവതയുടെ ചിത്രത്തിന് ചുവട്ടിൽ ഒരു പുഷ്പമെങ്കിലും നമുക്ക് വെക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ കാര്യമായിരിക്കും. ദേവതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പുഷ്പം എടുത്തിട്ട് ആ നിലവിളക്കിൻ്റെ ചുവട്ടിൽ എല്ലാ ദിവസവും അത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതെല്ലാം തലേ ദിവസത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? പുഷ്പമായാലും എണ്ണയായാലും തിരിയായാലും ഈ നിറച്ചു വെച്ച ജലമായാലും തലേ ദിവസത്തെ ഉപയോഗിക്കരുത്. എല്ലാ ദിവസവും രാവിലെ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. വെള്ളം, പുഷ്പം, എണ്ണ, തിരി ഇത് എല്ലാ ദിവസവും രാവിലെ മാറ്റിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരം നമുക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിലവിളക്ക് കെടുത്തിയതിന് ശേഷം ഇതൊക്കെ വൃത്തിയാക്കി വെക്കാവുന്നതാണ്. രാവിലെ നമുക്ക് ശുദ്ധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നത്. ഒരിക്കലും തലേ ദിവസത്തത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും പ്രധാന കാര്യങ്ങൾ നമ്മളെ പൂജാവേദിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് ശരിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ആനുകൂല്യം ആ ദേവതയിൽ നിന്ന് നമുക്ക് കിട്ടുക. കാര്യം നമുക്കറിയാമല്ലോ, നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചോറ് അല്ലെങ്കിൽ ഒരു കറി, ഒരു ഉപ്പേരി, ഒരു സാമ്പാർ, അല്ലെങ്കിൽ അതിലേക്ക് പലതരം ചെറിയ ചെറിയ വസ്തുക്കൾ, പപ്പടം, കൊണ്ടാട്ടം, ഇങ്ങനെ പലതരം വസ്തുക്കൾ, പായസം, പഴം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അതേപോലെ തന്നെ ഒരു ദേവതയ്ക്ക് ഒരു നിലവിളക്ക്, നിലവിളക്ക് തന്നെ ദേവതയാണ്. ആ ദേവതയെ അവിടെ ഇരുത്തുമ്പോൾ ആ ദേവതയ്ക്ക് വേണ്ട എല്ലാവിധ അത്യാവശ്യ ഒരു പൂജാ സാധനങ്ങൾ നമ്മുടെ ആ പൂജാവേദിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അത് സർവ്വ ഐശ്വര്യം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുതരുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. 100% അത് ഉറപ്പാണ്. മാത്രമല്ല ഭാവി തലമുറയ്ക്ക് നമ്മുടെ മക്കൾ ഇതൊക്കെ പിൽക്കാലത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ശരിയൊരു റൂട്ട് അവർക്ക് ഉണ്ടായി കിട്ടും. കാര്യം എന്തൊക്കെ വേണം, ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് അവർക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും ദേവതയുടെ വലിയ ആനുകൂല്യം നേടിയെടുക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. അത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നമ്മൾ കത്തിക്കുമ്പോൾ അതിൽ നെയ്യ് ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് നമുക്ക് ഒരു അഭീഷ്ടങ്ങൾ നമുക്ക് നേടിത്തരുന്നതാണ്. ആ ദേവതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നെയ്വിളക്ക്, രാവിലെയും വൈകുന്നേരം നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അത് സാധാരണ പോലെ കത്തിച്ചാൽ മതി. ആ ദിവസങ്ങളിൽ നമുക്ക് നമുക്ക് പിന്നെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേടിത്തരാൻ ദേവതയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുലദേവതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നെയ്വിളക്ക് കത്തിക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒരു നെയ്വിളക്ക് കത്തിക്കാൻ സാധിച്ചാൽ ഏറ്റവും പ്രധാനമാണ്. ഇങ്ങനെ നമ്മുടെ ആരാധനയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? വെള്ളം ചേർക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആകമാനം നമ്മൾ ഇപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞു, വിഷമാണ്, മാലിന്യമാണ്, എല്ലാം ആർട്ടിഫിഷ്യലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ ആരാധനയുടെ കാര്യത്തിൽ നമ്മുടെ വീട്ടിലെങ്കിലും, ഇപ്പം നമുക്ക് ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പലതരം അതൃപ്തികളൊക്കെ ഉണ്ട്. അവിടെ കാണുന്ന പലതരം കാര്യങ്ങളൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാലോ, എല്ലാവിധ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാലോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് നമ്മുടെ വീടുകളിൽ ഒരു മാലിന്യങ്ങളും കയറ്റില്ലെന്ന് നമ്മൾ തീരുമാനിക്കും. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ എല്ലാ അശുദ്ധിക്കും കാരണം, അതുപോലെ എല്ലാ ഐശ്വര്യ കേടിനും കാരണം
നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു നിലവിളക്ക് കത്തിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വിഷമയമായി കഴിഞ്ഞു. അപ്പോൾ വിഷമയമായിട്ടുള്ളത് മുഴുവൻ ഒഴിവാക്കുക എന്നുള്ളതൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് ചുറ്റുപാടുള്ള ക്ഷേത്രം നന്നാക്കാനൊന്നും നമുക്ക് സാധിച്ചില്ല എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആരാധനാക്രമം നമുക്ക് ശുദ്ധമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കാരണം എന്നും നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് പരിശുദ്ധമായിരിക്കുകയും അവിടെ സർവ്വ ഐശ്വര്യപ്രദമായിരിക്കുകയും ആ കുലദേവതയുടെ മുഴുവൻ ശക്തിയും അവിടെ നമുക്ക് ആവാഹിക്കാൻ സാധിക്കുന്നത് ശുദ്ധമായ കാര്യത്തിലൂടെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ധൂപം, ദീപം, അതുപോലെ കർപ്പൂരം, ചന്ദനം, കുങ്കുമം, ജലം, ഇതുപോലെ പുഷ്പം, ഇതൊക്കെയായി ഇത് ഏറ്റവും മിനിമമായിട്ടുള്ള ഒരു പൂജയുടെ പ്രതീതി തന്നെ അവിടെ ഉണ്ടാവുകയും നമ്മൾ ആ വിളക്ക് കത്തിക്കുന്ന ആ വീതിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കൈ തൊഴാൻ തോന്നും. അവിടെ നമുക്ക് നമ്മളെ മനസ്സർപ്പിക്കാനും ഒരു ദേവതയുടെ ചൈതന്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനും കഴിയും. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇത് എല്ലാവരും പാലിച്ച് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം നമ്മളെ വീട്ടിലും കുടുംബത്തിലും വ്യക്തിയിലും ആരാധനാക്രമത്തിലും നമ്മുടെ ഈശ്വരീയമായിട്ടുള്ള കാര്യത്തിലൊക്കെ അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും അത് തീർച്ചയായിട്ടും സ്വീകരിക്കുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.